നമ്മുടെ ഒരുപാട് സ്വകാര്യതകൾ നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്. നമ്മൾ പല സാഹചര്യത്തിലും മൊബൈൽ ഫോൺ പലയിടത്തും നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ പാസ്വേഡ് അറിയുണ്ടാവും. നമ്മൾ എന്തൊക്കെ പാസ്വേഡ് മാറ്റിയാലും വീട്ടിലുള്ളവർക്കൊക്കെ നമ്മുടെ പാസ്വേഡ് അറിയുണ്ടാവും. അപ്പോൾ നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അലാറം ലഭിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതുകൊണ്ട് വേറെയും പ്രയോജനമുണ്ട്. നമ്മൾ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും ചാർജിന് വെക്കുന്ന സമയത്ത് മറ്റാരെങ്കിലും നമ്മുടെ മൊബൈൽ ഫോൺ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് മൊബൈൽ ഫോൺ അലാറം ശബ്ദിക്കുന്നത് കൊണ്ട് തന്നെ മറ്റാരോ മൊബൈൽ ഫോൺ എടുക്കുന്നുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാനും അത് തടയാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്നും ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണിച്ചു തരാം. ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ പ്രത്യേകമായിട്ട് പെർമിഷനും കാര്യങ്ങളൊന്നും കൊടുക്കാനില്ല. നിങ്ങളിവിടെ ലെറ്റ്സ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ ഒരു പരസ്യം വരും. ഇത് അവരുടെ പ്രീമിയത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഓപ്ഷനാണ്. ഇവിടെ അപ്ഗ്രേഡിംഗ് ബട്ടണിൽ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത്. ഇവിടെ വലതുഭാഗത്ത് മുകളിലായിട്ട് ഒരു എക്സിറ്റ് ബട്ടൺ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഈ പരസ്യം എക്സിറ്റ് ആകുന്നതാണ്. പിന്നെ ഈ ആപ്ലിക്കേഷനിൽ കുറച്ച് പരസ്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ. ആപ്ലിക്കേഷനകത്തെ പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് കൂടി പറഞ്ഞു തരാം. നിങ്ങളിങ്ങനെ താഴേക്ക് നീക്കി കഴിഞ്ഞാൽ ആദ്യം തന്നെ റിംഗ് ടൂൺ ചേഞ്ച് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ റിംഗ് വോളിയം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അലാറം ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുത്ത പിന്ന് കൂടി വേണം. നിങ്ങൾക്കറിയാലോ, ചിലർ എടുത്തു കഴിഞ്ഞാൽ അലാറം ഓഫ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അലാറം ഓഫ് ചെയ്യാതിരിക്കാൻ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി ആപ്ലിക്കേഷന് പ്രധാനമായിട്ട് കൂടുതൽ സെറ്റിംഗ്സ് ഒന്നുമില്ല. ജസ്റ്റ് ഇവിടെ ആക്ടിവേറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇത് ആക്ടിവേറ്റ് ആകുന്നതാണ്. 5 സെക്കൻഡാണ് നമുക്ക് ഫോൺ എവിടെയെങ്കിലും വെക്കാനുള്ള സമയം. അത് ആക്ടിവേറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കൗണ്ട് ഡൗൺ കാണിക്കും. അപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ കയ്യിൽ നിന്ന് ഒഴിവാക്കണം. അല്ലെങ്കിൽ നമുക്ക് വെക്കേണ്ടടുത്ത് വെച്ചിട്ട് വേണം ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ. ഇനി മൊബൈൽ ഫോൺ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് അലാറം അടിയുന്നതാണ്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. മതി അപ്പൊക്കെ അലാറം കണ്ടോ, അപ്പോഴേക്ക് അലാറം അടിയുന്നതാണ്. നമ്മളിപ്പോൾ ലോക്ക് സ്ക്രീനിലായാലും ഇത് വർക്ക് ചെയ്യും. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് കൊടുത്തിട്ടുണ്ട്, ലോക്ക് ചെയ്തിട്ടുണ്ട് സ്ക്രീന്. ഓക്കെ, ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 5 സെക്കൻഡ് ആയിട്ടുണ്ടാവും. 5 സെക്കൻഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫോൺ എടുക്കാൻ ശ്രമിച്ചാൽ മതി, അപ്പോഴേക്കും അത് അലാറം ചെയ്യും. ഓക്കെ, ഇത് വലിയ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷൻ ഒന്നും അല്ലെങ്കിലും നമ്മൾ അത്യാവശ്യ ഘട്ടത്തിൽ എവിടെയെങ്കിലും മൊബൈൽ ഫോൺ ചാർജിന് വെക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ പല സാഹചര്യത്തിലും മൊബൈൽ ഫോൺ നമ്മൾ പലയിടത്തും വെക്കാറുണ്ട്. ആ ഘട്ടത്തിലൊക്കെ ജസ്റ്റ് നിങ്ങൾ ഈ ആക്ടിവേറ്റ് ബട്ടൺ കൊടുത്തിട്ടാണ് വെക്കുന്നതെങ്കിൽ മറ്റാരെങ്കിലും നമ്മുടെ മൊബൈൽ ഫോൺ എടുത്തു കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴും അതുപോലെ തന്നെ എടുത്ത് ഉപയോഗിക്കാനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് അലാറം അടിയുന്നതാണ്. അതിലൂടെ നമുക്ക് മനസ്സിലാകുന്നതാണ് നമ്മുടെ ഫോൺ മറ്റാരോ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കത് തടയാനുമൊക്കെ ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായി യൂട്യൂബിൽ നിന്ന് വീഡിയോ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. ഇനി ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോ കാണുന്നവരും യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരും ഈ സ്ക്രീനിൽ കാണുന്ന ബാർകോഡ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇതേ ബാർകോഡ് തന്നെ ഫേസ്ബുക്കിലെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും കാണാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾ ഗാലറിയിലേക്ക് സേവ് ചെയ്താൽ മതി. ശേഷം നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് google.com എന്ന ഗൂഗിളിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകുക. അപ്പോൾ ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ ഇവിടെ വലതുഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു ക്യാമറയുടെ ഐക്കൺ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ക്യാമറയും ഗാലറിയും ഒക്കെ ഓപ്പൺ ആകുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തതോ സേവ് ചെയ്തെടുത്തതോ ആയിട്ടുള്ള ബാർകോഡ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് സ്കാൻ ചെയ്ത് നടുവിലായി നീല നിറത്തിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാം. ആ ലിങ്കിലേക്കൊന്ന് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടുന്നതാണ്. വളരെ സാവധാനത്തിൽ 10 സെക്കൻഡുകൾ എടുത്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.